2 തവണ അബോർഷൻ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അണ്ടത്തെപ്പറ്റിയും പുരുഷവീര്യത്തെപ്പറ്റിയും പഠിക്കണം. ഓവറിയുടെ റിസർവ് അറിയാനായിട്ടുള്ള AMH എന്ന് പറഞ്ഞ ടെസ്റ്റ്, അണ്ടോൽപാദനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളെ പറ്റി പഠിക്കുക, യൂട്രസിൻ്റെ ആവരണത്തെ യൂട്രൈൻ ക്യാവിറ്റിയെ പറ്റി പഠിക്കുക, അത് 3D അൾട്രാസൗണ്ട് വഴി ക്യാവിറ്റിയെ പറ്റി വിശദമായിട്ട് പഠിക്കുക, ക്യാവിറ്റിക്കുള്ളിൽ തടിപ്പോ ദേശീയോ വല്ലതും ഉണ്ടോയെന്ന് നോക്കുക, പുരുഷബീജത്തെ പറ്റി ഡീറ്റെയിലായിട്ട് പരിശോധിക്കുക, DNA ഫ്രാഗ്മെന്റേഷൻ നോക്കുക, ബീജാണുക്കളുടെ പ്രവർത്തനക്ഷമത അറിയാൻ വേണ്ടി ചില കേസുകളിൽ നമ്മൾ ഹിസ്റ്റോസ്കോപ്പ് ചെയ്ത് ക്യാവിറ്റിക്കുള്ളിൽ വിഷ്വലൈസ് ചെയ്യുക, ബ്ലഡ് ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടോയെന്ന് നോക്കുക, ജനിതീയ വൈകല്യങ്ങൾ സാധ്യതയുണ്ടോയെന്ന് നോക്കുക. ഇങ്ങനെ നമ്മൾ ചില കേസുകളിൽ നമ്മുടെ കോശങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഘടകങ്ങൾ, പുരുഷ കോശങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഘടകങ്ങൾ ബോഡിയിലുണ്ടെങ്കിലും ഇതുപോലെ തന്നെ പ്രോബ്ലം വരാം.